ഇറാന്റെ തന്ത്രം ഫലിച്ചു. അറബ് രാജ്യങ്ങൾ ഇറാനൊപ്പം എന്നുള്ള പ്രസ്താവനയും പുറത്തു വന്നു. അതൊരു ഔദ്യോഗികപരമായിരിക്കുന്ന പ്രഖ്യാപനമല്ലാത്ത രീതിയിൽ ഏറെക്കുറെ ഒരു കരാർ വ്യവസ്ഥ ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിലുണ്ടാക്കി. ഞങ്ങൾ ഇനി അറേബ്യൻ രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്നുള്ളിടത്തും അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആക്രമണം അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള ഒരു അവസരം അറേബ്യൻ രാജ്യങ്ങൾ തുറന്നു കൊടുക്കില്ലെന്ന് പരസ്യമായിട്ട് തന്നെ പറയുകയും ചെയ്തു. ഇതോടെ ലക്ഷ്യം കണ്ടു എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റവും വിജയമുണ്ടാക്കാൻ തന്ത്രങ്ങൾ എല്ലാ രാഷ്ട്രങ്ങളും പല രീതിയിലും പ്രയോഗിക്കാറുണ്ട്. അതിൽ പരാജയപ്പെട്ട തന്ത്രമാണ് ഇസ്രായേലിൻ്റെതും അമേരിക്കയുടേതും, വിജയിച്ച തന്ത്രമാണ് ഇറാൻ്റേതും. ഒരു രാജ്യത്തിനും ഒരു രാജ്യത്തിലെ ഭരണാധികാരികൾക്കും ഒരു രാഷ്ട്രീയ നിരീക്ഷകർക്കും വിവരിക്കാൻ പറ്റാത്ത വിധമായിരുന്നു ഇറാൻ അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത്. സൗദി അറേബ്യയും ഇറാനും ഒക്കെ നല്ല സൗഹൃദ ബന്ധമാണ്. ഇവിടുത്തെ ഈ സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിച്ചിട്ടുണ്ട്. അത് 2004 ആ കരാർ വ്യവസ്ഥ പ്രകാരം, അതായത് ഇവർ തമ്മിലുണ്ടായിരുന്ന വിഷയങ്ങൾ ചൈനയുടെ മധ്യസ്ഥതയിൽ അവസാനിക്കുന്നു, പിന്നീട് വലിയ സൗഹൃദമാകുന്നു, വലിയ സാമ്പത്തിക കരാർ ഉണ്ടാക്കുന്നു, സൈന്യ കരാർ രഹസ്യമായിട്ടുണ്ടാക്കുന്നു. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയത്. 3 തവണയെങ്കിലും ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സൗദി അറേബ്യ സന്ദർശിച്ചു എന്ന് പറയുന്നത് ഒരുപക്ഷെ 15 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ്. വലിയ സൗഹൃദ ബന്ധമാണ്. പൊടുന്നനെയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുന്നത്. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണമാണ്, ചതിയാണ്, ഞങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി എന്നുള്ളതാണ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ പ്രാവശ്യം തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷെഷ്കിയാൻ പറഞ്ഞത്. അതിൻ്റെ തിരിച്ചടി തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളത്. യുദ്ധം തുടങ്ങിയതിന് ശേഷം സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ സർവ്വ മേഖലയിലും UAE അടക്കമുള്ള രാജ്യങ്ങളെ നിരന്തരം ആക്രമിച്ചു കൊണ്ടേയിരുന്നു. ഇതിൽ അറേബ്യൻ രാജ്യങ്ങൾ ഞെട്ടിപ്പോയി. തിരിച്ചടിക്കാൻ വേണ്ടി അവർക്ക് ഭയവും ഉണ്ടായി. കാര്യം തിരിച്ചടിക്ക് ശേഷമുള്ള തിരിച്ചടി എത്രത്തോളം കഠിനമുള്ളതായിരിക്കും എന്ന് കണക്ക് കൂട്ടുന്നതിൽ പരാജയപ്പെട്ടു. അവർ ക്ഷമയോടുകൂടി ഇങ്ങോട്ട് ആക്രമിക്കുന്നതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ മാത്രം ഒരുക്കി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മധ്യസ്ഥത വഹിച്ചത് ഒമാൻ എന്ന് പറയുന്ന രാജ്യമാണ്. ഒമാനെയും ആക്രമിച്ചു ഇറാൻ ആക്രമിച്ചത് ഒമാൻ എന്ന് പറയുന്ന ഭൂമി ദേശത്തല്ല, പകരം അവിടെ കപ്പലിന് നേരെയാണ്. കപ്പലിന് നേരെ ആക്രമിച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഹോർമൂസ് കടൽ വഴി യമൻ കടന്നാൽ പിന്നീട് ഹോർമൂസ് കടലിലേക്കാണ് കപ്പൽ വരിക. വല്ല കാരണവശാലോ ഏതെങ്കിലും കപ്പൽ ഈ മേഖലയിലൂടെ വരികയാണെങ്കിൽ ഇതായിരിക്കും ഫലം എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് നൽകി. രണ്ടാമത്തെ ആക്രമണം എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന കപ്പലിനെയാണ് ആക്രമിച്ചത് എന്ന വിവരം ഇറാൻ പുറത്തുവിട്ടു. അപ്പോൾ എല്ലാ രാജ്യത്തിനും കണക്കിന് കിട്ടി എന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെ നിന്ന് യഥാർത്ഥത്തിൽ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് മറ്റൊരു രാജ്യത്ത് സൈനിക ബേസ് ഉണ്ടാക്കുന്നത്? ആ ചോദ്യത്തിന് വളരെ കൃത്യമായിരിക്കുന്ന ഉത്തരം ലോകത്തിന് അറിയാവുന്നതാണ്. അമേരിക്കക്കെതിരായിരിക്കുന്ന ഒരു സംവിധാന കാര്യങ്ങൾ അല്ലെങ്കിൽ സൈനികപരമായിരിക്കുന്ന നീക്കം ഏതെങ്കിലും രാജ്യത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും അടുത്ത രാജ്യത്ത് നിന്ന് ആക്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഇറാഖുമായിട്ട് യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ആക്രമണം നടത്തിയത് കുവൈറ്റ്, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ പോലെയുള്ള അറേബ്യൻ ഭൂമികയിൽ നിന്നാണ് ആക്രമണം. വളരെ എളുപ്പമായിരുന്നു. അവരെ പരാജയപ്പെടുത്താൻ എളുപ്പമാണ്. വലിയ രീതിയിൽ സാമ്പത്തിക ലാഭം ഉണ്ടാവും. വലിയ രീതിയിൽ ഇടപെടൽ നടത്തേണ്ട കാര്യമില്ല. അപ്പോൾ തൊട്ടടുത്ത അതിർത്തി രാജ്യമാകുന്ന സമയത്ത് ദൂരപരിധി കണക്കാക്കേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് വിട്ടാൽ മതി, ലക്ഷ്യത്തിലെത്തും എന്നുള്ള ഉറപ്പാണ്. നേരെ മറിച്ച് അമേരിക്കയിൽ നിന്നാണ് ഇറാഖിനെ ആക്രമിക്കുന്നതെങ്കിൽ ഒരിക്കൽ പോലും അമേരിക്കയെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല. കാരണം അവർ ആകാശ യുദ്ധം മാത്രമാണ് നടത്തുക, കരയുദ്ധം നടത്തില്ല. കരയുദ്ധം നടത്താതെ ഒരിക്കലും ഒരു രാജ്യത്ത് കീഴടക്കാൻ സാധിക്കുകയില്ല. ആകാശ യുദ്ധം നടത്തിയാൽ അക്രമം ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും, സൈനികമായിരിക്കുന്ന ബേസുകൾ തകർക്കാൻ പറ്റും, സൈനികരെ കൊല്ലാൻ വേണ്ടി പറ്റും, അവിടുത്തെ ഈ മന്ത്രിസഭയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന് തകർക്കാൻ വേണ്ടി പറ്റും. ഇത്തരമൊരു രീതികളൊക്കെ യഥാർത്ഥത്തിൽ ആകാശ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുക സ്വാഭാവികമാണ്. പക്ഷേ ആ രാജ്യത്ത് കീഴടക്കണമെങ്കിൽ കരയുദ്ധം വന്നിട്ട് സൈനികർ പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. അത് യഥാർത്ഥത്തിൽ അത് നടന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ രാജ്യത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ നിന്നാണ് ഇറാൻ ആക്രമിക്കുന്നതെങ്കിൽ വല്ലാതൊന്നും മുന്നേറാൻ വേണ്ടി അവർക്ക് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരുടെ സൈനിക ബേസ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഖത്തറിലുണ്ട്, ഈ ബഹ്റൈനിലുണ്ട്, UAE-യിലുണ്ട്, കുവൈറ്റിലുണ്ട്. 4 രാജ്യങ്ങളിലും സ്ഥിരമായ രീതിയിൽ അമേരിക്കയ്ക്ക് ബേസ് ഉണ്ട്. ഇവിടെ നിന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആക്രമ രീതികൾ അമേരിക്ക ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇറാൻ എന്ത് ചെയ്തു? ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിരന്തരം ആക്രമിക്കാൻ തുടങ്ങി.
ഇതാണ് അതിൻ്റെ രാഷ്ട്രീയമായിരിക്കുന്ന മാനം എന്ന് പറയുന്നത്. ഈ അക്രമത്തിൽ അമേരിക്കയുടെ എംബസിയും കോൺസുലേറ്റും ആക്രമിച്ചു എന്ന് മാത്രമല്ല, അമേരിക്കൻ പൗരന്മാർ താമസിക്കുന്ന ഹോട്ടലിനെ പോലും ആക്രമിച്ചു. 100ഓളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല, UAE-ലും കുവൈത്തിലൊക്കെ ആയിട്ട്. അപ്പോൾ സ്ഥിരീകരിക്കാത്ത ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ അവരുടെ ശക്തി ക്ഷയിക്കാൻ പാടില്ല. അവർ നിരന്തരം ആക്രമിക്കാനുള്ള സംവിധാനം ഒരുക്കണം. അഥവാ മേഖലയിൽ നിന്ന് ആക്രമണം ഉണ്ടാവാൻ പാടില്ല. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇത് ഞങ്ങളുടെ രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന യുദ്ധമായിട്ട് തീരില്ല, മേഖലാ യുദ്ധമായിട്ട് പരിണമിക്കുക സ്വാഭാവികം. അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ ഇറാനെതിരെ യുദ്ധം ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഏറെക്കുറെ ഇറാനുമായിട്ട് സഹകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അഥവാ ഒരു കാരണവശാലും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് അറേബ്യൻ മേഖലയിൽ നിന്ന് ആക്രമിക്കാൻ വേണ്ടി അവസരം നൽകില്ലെന്ന് തീർത്ത് പറഞ്ഞു എല്ലാ രാജ്യങ്ങളും. അതെന്തുകൊണ്ട് ഉണ്ടായി? ഇറാൻ്റെ ഈ തന്ത്രപരമായിരിക്കുന്ന ആക്രമണത്തിൻ്റെ പ്രതിഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇവിടെ മരണസംഖ്യ ഏകദേശം മൊത്തം രാജ്യത്ത് നോക്കുന്ന സമയത്ത് 10-ൽ താഴെ മരണസംഖ്യ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ അയച്ചിരിക്കുന്ന ഡ്രോൺ എന്ന് പറയുന്ന സംവിധാനം അമേരിക്കയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, അമേരിക്കയുടെ മേഖല ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ളതിനാണ്. മാത്രമല്ല, അമേരിക്കൻ സൈനികരോ അമേരിക്കൻ പൗരന്മാരെ കൊല്ലപ്പെട്ടാൽ ഒരിക്കലും റിപ്പോർട്ട് അറബ് രാജ്യങ്ങളും കൊടുക്കൂല, ഈ അമേരിക്കയും കൊടുക്കൂല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥാസ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തെ നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് ഇറാൻ്റെ ആവശ്യമാണ്. കാര്യം പരമാവധി ശക്തി കുറഞ്ഞിരിക്കുന്ന ആയുധ പരീക്ഷണം മിസൈലുകളാണ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലപ്പോഴൊക്കെ ഒരു ഹൈപ്പർസോണിക് മിസൈലാണ് വിടുന്നത്. അങ്ങനെ പ്രതിരോധ സംവിധാനത്തിന് ഒരു പരാജയം ഉണ്ടാവും. ഒരു പരിധി കഴിഞ്ഞാൽ പ്രതിരോധ സംവിധാനത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കാത്തൊരു സ്ഥിതി ഉണ്ടാവും. അത് എപ്പോൾ ഉണ്ടായിട്ടുണ്ട്? കഴിഞ്ഞ വർഷം നടന്ന ഇസ്രായേൽ-ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 8 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പറയപ്പെട്ട പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തിക്ക് ബലക്ഷയമുണ്ടാകുന്നത്. അതിനുശേഷമാണ് 8 മുതൽ 12 വരെ നീണ്ടു നിന്ന ആ 4 ദിവസമാണ് കഠിനമായിരിക്കുന്ന യുദ്ധ പരീക്ഷണം ഇസ്രായേൽ അനുഭവിച്ചത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പരിധിയിൽ പ്രതിരോധം കഴിയുന്ന സമയത്ത് പിന്നീട് ശക്തമായിരിക്കുന്ന ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ട്, അതായത് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിക്കൊണ്ടേയിരുന്നു നിരന്തരം. അത് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ വീഴും. ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം പുറപ്പെട്ട് വന്നാൽ പ്രതിരോധിക്കും. അങ്ങനെ ഒരു പ്രതിരോധം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇറാൻ കാത്തിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. സൗദി അറേബ്യ അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങൾ പറഞ്ഞ സാമ്രാജ്യത്വവാദികളെ അല്ലെ വിഭാഗത്തെ തങ്ങൾ അംഗീകരിക്കില്ല. അഥവാ ഇറാൻ ഞങ്ങൾ അംഗീകരിക്കും എന്നാണ് അതിൻ്റെ ചുരുക്കം. അവർക്ക് പ്രവർത്തിക്കാനുള്ളൊരു മേഖല അല്ലെങ്കിൽ സുരക്ഷിതമായിരിക്കുന്നൊരു ഇടം ഞങ്ങളുടെ ഭൂപ്രദേശത്തുണ്ടാവില്ല. ഉണ്ടായാലോ വലിയ നാശങ്ങൾ ഇവരുണ്ടാക്കും എന്നുള്ള ഉറപ്പാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തുർക്കിക്ക് നേരെ ആക്രമണം നടന്നു. തുർക്കിക്ക് നേരെ ആക്രമണം നടന്നു എന്ന് പറയുന്ന സമയത്ത് ഇറാനും തുർക്കിയും വലിയ സൗഹൃദ രാജ്യമാണ്, നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ്. അപ്പോൾ എന്തിനാക്രമിച്ചു? അവിടെയും ഒരു പ്രശ്നം വരുന്നുണ്ട്. തുർക്കിയെ വല്ലാത്ത രീതിയിൽ അമേരിക്ക ഹൈജാക്ക് ചെയ്യും. തുർക്കിയിൽ അമേരിക്കയ്ക്ക് സൈനിക ബേസ് ഉണ്ട്. സൈനിക ബേസിൽ നിന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് തുർക്കിയുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാനെ ആക്രമിച്ചത്. അതിലുള്ള പരാതി കണിശമായ രീതിയിൽ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. 2 പ്രാവശ്യം അങ്ങനെ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ആക്രമണം നടന്നിട്ടില്ല. ഇത് അനുവാദത്തോടു കൂടിയാണോ അതല്ലെങ്കിൽ കയ്യൂക്കോട് കൂടി ഇസ്രായേൽ ചെയ്തതാണോ എന്നതിനെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ അതാത് രാജ്യത്തിൻ്റെ ആകാശം ആ ഗവൺമെൻറ്റിൽ അധിഷ്ഠിതമാണ്, അവരുടെ നിയന്ത്രണത്തിലാണ്. അതെന്തുകൊണ്ട് നിയന്ത്രിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്ന ചോദ്യത്തിന് തുർക്കിക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അങ്ങോട്ട് കൊണ്ടുപോയി ബോംബിട്ടു. ഇതെന്തിനാണ് ഇങ്ങനെ ഈ പ്രവൃത്തി ചെയ്യുന്നത്? ഈ പ്രവൃത്തി ചെയ്യുന്നത് ഒരു കാലത്തും തുർക്കിയുടെ അമേരിക്കൻ സൈനിക ബേസിൽ നിന്ന് ഇറാൻ ആക്രമിക്കാൻ പാടില്ല. അതിനൊരു മുന്നറിയിപ്പ് നൽകിയാണ്. ജോർദാൻ ആക്രമിച്ചു, സിറിയ ആക്രമിച്ചു. അവരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. സിറിയക്ക് വാർണിംഗ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് വന്നത് അസർബൈജാനാണ്. അസർബൈജാൻ പറയുന്ന സമയത്ത് ഷിയ രാജ്യമാണ്, പക്ഷേ ഇസ്രായേലുമായിട്ട് വലിയ സൗഹൃദമുള്ള രാജ്യമാണ്. ഇറാൻ ആക്രമിച്ചതിൽ അന്ന് അസർബൈജാന് പങ്കുണ്ട് എന്ന് പോലും പറയപ്പെട്ടിട്ടുണ്ട്. അവിടെ അമേരിക്കയ്ക്ക് ബേസുണ്ട്, ഇസ്രായേലിന് ബേസുണ്ടോ എന്ന് സംശയമാണ്. ഇനി ഇസ്രായേലിന് ബേസിൽ അമേരിക്കൻ ബേസ് അവർ ഉപയോഗിക്കും. അപ്പോൾ അസർബൈജാൻ എന്ന് പറയുന്ന തൊട്ടടുത്ത അതിർത്തി രാജ്യമാണ്. രാജ്യത്ത് കൊണ്ടുപോയിട്ട് ഇറാൻ ആക്രമിച്ചു എന്ന് പറയുന്ന സമയത്ത് മുന്നറിയിപ്പ് നൽകുകയാണ്, എങ്ങാനും ഞങ്ങളുടെ രാജ്യത്തേക്ക് അമേരിക്കയുടെ ആയുധങ്ങളോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടായാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന തിരിച്ചടി ഭയാനകരമായിരിക്കും എന്ന സൂചന. അപ്പോൾ ഇത്രയും രാജ്യങ്ങളെ
യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇറാൻ ഒതുക്കിയിട്ടുണ്ട്. അത് ബുദ്ധിപരമായിരിക്കുന്ന നീക്കമാണ്. ഒരു രാജ്യം തിരിച്ചടിച്ചിട്ടില്ല, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പറയുന്ന സമയത്ത് 17 രാജ്യം ഇതിലിപ്പോൾ ഇൻവോൾവ് ആയി എന്നുള്ളതാണ്. അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് പറഞ്ഞാൽ എല്ലാ ആക്രമണവും നടത്തിയത് ഇറാനല്ല. അമേരിക്കയുടെ ഈ സൗദി അറേബ്യയുടെ പെട്രോൾ കെമിക്കൽ മേഖല അറാംകോ ആക്രമിക്കപ്പെട്ട് ഞങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് സൗദി അറേബ്യ അതിനെ പ്രതിരോധിക്കുകയല്ല ചെയ്ത് അന്വേഷണം നടത്തി. അപ്പോൾ അതിൽ മൊസാദിൻ്റെ സംഘമുണ്ട് എന്ന് സംശയിക്കപ്പെട്ടു. മൊസാദിൻ്റെ സംഘം ഖത്തറിനെ ആക്രമിച്ചിട്ടുണ്ട്, കുവൈറ്റിനെ ആക്രമിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. അവിടെ നിന്നൊക്കെ ഈ മൊസാദ് സംഘത്തിൻ്റെ ഏജന്റുമാരെ പിടികൂടിയതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. അങ്ങനെ ആ സമയത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു പ്രവൃത്തി എല്ലാ കാലത്തും മൊസാദ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ അറേബ്യൻ രാജ്യങ്ങൾ കുറച്ചും കൂടി ഇറാനോട് താല്പര്യം ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ മൊസാദ് വഹിച്ച പങ്ക് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഗുണമുണ്ടായി എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ്: ഇറാൻ്റെ തന്ത്രം ഫലിച്ചിരിക്കുന്നു, അറബ് രാജ്യം ഇറാനൊപ്പം ചേർന്നിരിക്കുന്നു എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.